കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഭകളുടെ തുടർന്നുള്ള പഠനത്തിനായിട്ട് 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 16. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അവസാനിപ്പിച്ചത് പെർഗമോസ് സഭയ്ക്ക് ഉള്ള കുറവ് എന്താണെന്ന് കർത്താവ് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യമായിരുന്നു. ബലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരവിടെ ഉണ്ട്. അതൊരു ദുർനടപ്പാണ്, അശുദ്ധിയാണ്. പിന്നെ പറഞ്ഞത് നിക്കോലാവ് മതം ആ ഉപദേശം പിടിച്ചിരിക്കുന്നവരുമുണ്ട്. ജനങ്ങളെ അടക്കി ഭരിക്കുന്ന വാഴുന്ന പ്രവണതയ്ക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് നാം ഓർക്കുകയുണ്ടായി. അതിന്റെ പ്രായോഗിക വശങ്ങളെ നാം ഓർത്തു. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അത് മാത്രമല്ല, നമ്മെ ഭരിക്കുന്നത് കർത്താവാണ്. സഭയിലുള്ളത് ഭരണമല്ല, പരിപാലനമാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇനി അത് ആവർത്തിച്ച് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തുടർന്ന് അവരുടെ കുറവ് ബോധ്യപ്പെടുത്തിയിട്ട് പറയുന്നത്, ആകയാൽ മാനസാന്തരപ്പെടുക. ഈ മാനസാന്തരപ്പെടുന്ന കാര്യം പറയുമ്പോൾ വിശ്വാസികൾക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. സുവിശേഷം പറയുമ്പോൾ കർത്താവ് പ്രസംഗിച്ചെങ്ങനെയാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. ഒരു പാപി രക്ഷിക്കപ്പെടണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കണം. മാനസാന്തരം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകത്തില്ല, വിശ്വാസം കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ. എന്നാൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും ജീവിതത്തിലെ കുറവുകളെ കർത്താവിനോട് ഏറ്റു പറയണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. ആ മാനസാന്തരം അത്യാവശ്യമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം മാത്രം മാനസാന്തരപ്പെട്ടാൽ മതിയായിരുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക. രക്ഷിക്കപ്പെട്ട ശേഷം എത്ര പ്രാവശ്യം മാനസാന്തരപ്പെടണമെന്നുള്ള കാര്യം സത്യത്തിൽ അവരവർക്ക് അറിയത്തുള്ളൂ. എണ്ണമറ്റ പ്രാവശ്യം മാനസാന്തരപ്പെടണം വിശ്വാസികൾ. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അങ്ങനത്തെ ഒരു ശരീരത്തിലും അങ്ങനത്തെ ഒരു ലോകത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നുള്ളത് കൊണ്ട് നോട്ടത്തിലെ, ചിന്തയിലെ, പ്രവൃത്തിയിലെ, സംസാരത്തിലെ, മനോഭാവത്തിലെ എല്ലാം കുറവ് സംഭവിക്കാം. അപ്പോൾ അതിന് ലളിതമായിട്ട് കാണാനായിട്ട് പാടില്ല. മാനസാന്തരപ്പെട്ട് വേണം കർത്താവിനോട് കുറവുകൾ ഏറ്റ് പറയേണ്ടത്. വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുടിയൻപുത്രന്റെ കാര്യം നമുക്കറിയാം. നമ്മൾ അങ്ങനെ പേര് പറയുന്നത്. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ദൂരെ പോയി, അവൻ തെറ്റ് ചെയ്തു, അയോഗ്യമായി ജീവിച്ചു, എല്ലാം നഷ്ടമാക്കി. അവനെക്കുറിച്ച് തന്നെ ബോധ്യം വന്നപ്പോൾ അവൻ പറഞ്ഞത്, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അപ്പൊ അവന്റെ കുറവ് ബോധ്യപ്പെട്ടപ്പോൾ അതൊരു മാനസാന്തരത്തിന്റെ ലക്ഷണമാണ്. രണ്ടാമത്തേത്, അവൻ എഴുന്നേറ്റ് പോകുകയാണ്. റിപ്പന്റ് ആൻഡ് റിട്ടേൺ, മടങ്ങിപ്പോയി. മടങ്ങി ചെന്നിട്ട് അപ്പനോടൊക്കെ സംസാരിച്ച് അവിടെ പരിഹാരമുണ്ടാക്കി സന്തോഷത്തോടെ പാർക്കുക. ഒരു റെസ്റ്റോറേഷൻ ഉണ്ടായി. റിപ്പന്റൻസ്, റിട്ടേൺ ആൻഡ് റെസ്റ്റോറേഷൻ. മാനസാന്തരം, മടങ്ങിവരവ്, യഥാസ്ഥാനം. അത് നടക്കേണ്ടതാണ്. അത് നമുക്കൊരു മാതൃകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് അംഗീകരിക്കാം. ഇനി കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ തെറ്റ് ചെയ്താൽ, കുറവ് സംഭവിച്ചാൽ അത് തകർന്ന ഹൃദയത്തോടും മാനസാന്തരത്തോടും ഏറ്റുപറയണം. ഒരു വാക്ക് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ അക്കാര്യം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നാം ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള കാര്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവർ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ഇവിടെ പറഞ്ഞത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനാണ്. എന്തിനാ? നമ്മുടെ സകല അനീതിയും പോക്കും, നമ്മളോട് ക്ഷമിക്കും, നമ്മെ ശുദ്ധീകരിക്കും. 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മളോട് ക്ഷമിക്കും, നമ്മെ ശുദ്ധീകരിക്കും. അവൻ നീതിമാനാണ്, നമ്മെ നീതീകരിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ ഒരു വാക്ക് ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട കാര്യം, മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു കാര്യമൊന്നുമല്ല. മാനസാന്തരപ്പെട്ട് കുറവുകളേറ്റ് പറയുമ്പോൾ കർത്താവ് നീതിമാനായതുകൊണ്ട് ക്ഷമിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുകയും ചെയ്യും. ആ ശുദ്ധീകരണം പല നിലയിലാകാം. ചിലപ്പം നമുക്ക് സഹിക്കാവുന്ന വേദനയായിരിക്കാം, അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കാം. അത് ശുദ്ധീകരണത്തിന്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യുന്നത്.
അത് സഹിക്കേണ്ടതായിട്ടും വരും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ വിശ്വാസികളാക്കി ഒരു സഭയിലാക്കി വളരുവാനും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി വെച്ചിട്ടാണ് കർത്താവ് പറയുന്നത് യോഗ്യമായി ജീവിച്ചോണം. ബില്യാമിന്റെ പുറകെ പോകരുത്, അവസരത്ത് ഉപദേശത്തിന്റെ പുറകെ പോകരുത്. പോയി കഴിഞ്ഞാൽ ഞാനത് ബോധ്യപ്പെടുത്തും. ഞാൻ ബോധ്യപ്പെടുത്തിയാൽ മാനസാന്തരപ്പെട്ടോണം. അപ്പോൾ ഇത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞതിന്റെ കാര്യം, നാം സഭയായിട്ട് കൂടി വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും സഭയിലുമൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിക്കണം. സൂക്ഷിക്കുമ്പോൾ തന്നെ പരാജയം ഉണ്ടായാൽ ആ പരാജയത്തെ മറച്ചു വെക്കുകയല്ല, ആ പരാജയത്തെ ഏറ്റു പറയണം, മാനസാന്തരപ്പെടണം. അപ്പൊ കർത്താവ് ക്ഷമിച്ച് നമ്മെ മടക്കി കൊണ്ടുവരും. എന്നാൽ അടുത്ത വാക്യം എന്നറിയാം വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വരുമെന്ന് പറഞ്ഞേക്കുന്നത്. വെളിപ്പാട് 2:16 ഒരവസരം കൊടുക്കുക, റിപ്പന്റ്. അത് കർത്താവിന്റെ കരുണയാണ്. ഇപ്പോഴും എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മെ ഇനി മേലിലും കർത്താവിന് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടും ഒരവസരം തരിക. അതുകൊണ്ടാണ് പറയുന്നത് മാനസാന്തരപ്പെടുക, വിട്ടുകളയവല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി മേലെ നിന്നെ വേണ്ടെന്നുള്ളതല്ല, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗം വരും, ഐ വിൽ കം ക്വിക്ലി. വേഗം വരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാം വരവ് പെട്ടെന്നാക്കുമെന്നല്ല. നിന്റെ മാനസാന്തര ബന്ധത്തിൽ നീ ആ കാര്യം ചെയ്യുവാൻ ഞാൻ അവസരങ്ങൾ തരുക. അത് താമസിപ്പിച്ചാൽ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം, മാനസാന്തരത്തിന്റെ ചാൻസ് ഞാൻ തരുന്നു, അവസരം തരുന്നു. അത് താമസിപ്പിച്ചാൽ ഞാൻ വേഗം നിന്നോട് ഇടപെടും. ഐ വിൽ റിയാക്ട്. ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പൊ നമുക്ക് ചിന്തിക്കാം, വേഗം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സമയം കിട്ടും നമുക്കറിയത്തില്ല. കർത്താവിന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നതിന് എത്ര ദീർഘമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാനത് വളരെ ഭയത്തോടെ പറയാം. കർത്താവ് ദീർഘമായി ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റിയാൻ അവകാശമില്ല. ഞാനിപ്പോ ഇവിടെ വചനം പഠിപ്പിക്കുന്ന ഒരാളാണല്ലോ നിങ്ങളുടെ മധ്യത്തിൽ. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റിന് കർത്താവ് ഞാൻ മാനസാന്തരപ്പെടുവാനായിട്ട് എനിക്ക് 1 മാസം അവസരം തരികയാണെങ്കിൽ, കേൾക്കുന്ന നിങ്ങൾ അതേ കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 2 മാസം അവസരം തരും. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ? പറയുന്ന ആളിന്, പഠിപ്പിക്കുന്ന ആളിന് കുറെ കൂടി ഉത്തരവാദിത്വം ഉണ്ട്, ഏറെ ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ എന്നോടുള്ള തന്റെ ദീർഘക്ഷമയ്ക്ക് അത്രയും അധികം സമയം കാണത്തില്ല. മറ്റുള്ളവരോട് ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തുനിന്ന് വരാം. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ദീർഘക്ഷമയെ അളക്കാൻ കഴിയത്തില്ല. കർത്താവ് മഹാദയാലുവാണ്. നാം അത് ഓർത്തു വേണം ജീവിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഐ വിൽ കം ക്വിക്ലി, ഞാൻ വേഗത്തിൽ വരും. അത് ഏത് സമയത്താണ് കർത്താവ് നമ്മുടെ ജീവിതത്തോടെ പ്രതികരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ വളരെ ഭയത്തോടെ നാം ജീവിക്കുവാനും മുൻപോട്ട് പോകാനും നമുക്ക് കടപ്പാടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പത്രോസിന്റെ ലേഖനത്തിൽ വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് കർത്താവ് വരാൻ താമസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 Peter chapter 3 verse 2, 10 10-ാം വാക്യം. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. 9-ാം വാക്യം verse 9. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരോടാ? നിങ്ങളോട്. നിങ്ങളാരാ? വിശ്വാസികളാണ്. 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത് 2-ാമത്തെ ലേഖനമാണല്ലോ. 1-ാം ലേഖനം ആർക്കായിരുന്നു? ഗലാത്യയിലും കപ്പദോഷ്യയിലും മിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും വിശ്വാസികളുമാകട്ടെ. വിശ്വാസി ലേഖനം പറയുവാണ് കർത്താവ് ഉടൻ താമസിക്കുന്നതിന്റെ കാരണത്തിലൊന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് അവസരം തരുക, ദീർഘക്ഷമോടിരിക്കുക. അപ്പൊ ആരെ മാനസാന്തരപ്പെടുന്നത്? ഞാനും നിങ്ങളും. വിശ്വാസികൾക്കുള്ള പ്രബോധനമായിട്ട് അതിരിക്കുന്നത്. നമ്മൾ സാധാരണ ഈ വാക്യം സുവിശേഷം പ്രസംഗിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അത് നല്ലതാണ്, കുഴപ്പമില്ല, തെറ്റല്ല. പക്ഷേ പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, ഒരു കാരണവശാലും കർത്താവിന്റെ ദീർഘക്ഷമയെ നമ്മൾ പരീക്ഷിക്കരുത്. അവന് എത്രമാത്രം ചാൻസ് തരും നമുക്കറിയത്തില്ല. അത് തരുന്നത് നമ്മുടെ സാഹചര്യത്തിന് ഒത്തവണ്ണമാണ്. നമ്മെ അറിയുന്നത് പോലെ കർത്താവ് അക്കാര്യം ചെയ്യും എന്നാണ് പറയേണ്ട ആശയം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒന്നാമത് വായിച്ചത് മാനസാന്തരപ്പെടണം,
രണ്ടാമത് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പ്രതികരിക്കും. എങ്ങനെ പ്രതികരിക്കുന്നത്? എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. എന്റെ വായിലെ വാളുകൊണ്ട് പോരാടും. നമ്മൾ ഈ ക്ലാസിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഓർത്തായിരുന്നല്ലോ, കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വാളുള്ളവൻ അരുളി ചെയ്തു. കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ് ആ പറഞ്ഞത്. എന്റെ വായിലെ വാളെന്ന് പറഞ്ഞാൽ തന്റെ വാളുകൊണ്ട് സംസാരിക്കുന്ന വചനത്തിന് അങ്ങനെ പറയുന്നത്. നമുക്കറിയാമല്ലോ, വചനത്തെ വാൾ എന്ന നിലയിൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. എഫെസ് ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് വചനമെന്ന വാൾ ഉപയോഗിച്ച് വേണം ശത്രുവിനോട് പോരാടേണ്ടത്. ആ രണ്ട് വാക്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. എബ്രായർ 4-ഉം എഫെസ്യർ 6-ഉം. അപ്പൊ മനസ്സിലായല്ലോ, വായിലെ വാക്കിനാണ് വാള് എന്ന വാക്കുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്, വചനം അർത്ഥമാക്കുന്നത്. ഈ കർത്താവിന്റെ വായിലെ വാക്കിന്റെ പ്രത്യേകതകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ലൂക്കോസ് സുവിശേഷം മാത്രം വായിച്ചാൽ മതി. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ അവന്റെ വായിലെ ലാവണ്യ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു എന്ന് വായിക്കുന്നു. ലൂക്കോസ് 4 അവന്റെ വായിലെ ലാവണ്യ വാക്ക് കേട്ട് അത്ഭുതപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നാൽ പാപികൾക്ക് പാപമോചനം കൊടുക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അതെല്ലാം വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടാണ്. ഈ ക്രൂശിലേക്ക് നോക്കാം. അവസാനം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് ക്രൂശിലേക്ക് കയറിയപ്പോൾ അവിടെ കിടന്ന് 7 വാക്ക് പറഞ്ഞു. അതിൽ 1-ാമത്തെ വാക്കെന്തുവാ? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അത് വായിലെ വാക്കാ, അത് വാളാ. ആ വാള് തന്റെ താഴെ നിൽക്കുന്ന വിശ്വാസികൾക്ക്, ശിഷ്യന്മാർക്ക് അത് കേട്ടപ്പോൾ ആ വാളിന് ആശ്വാസം പോലെയാ. എന്നാൽ തന്നെ ഉപദ്രവിക്കുന്നവർക്കോ ആ വാളുകൊണ്ട് കുത്തുകൊണ്ടു. മനസ്സിലായോ? ആ വാക്ക് അവർ ചിന്തിപ്പിച്ചു കാണും. ആ വായിലെ വാള് എന്ന വചനമാണ് അടുത്ത് കിടന്ന കള്ളന്മാർ ഒരുവനെ മനസാന്തരപ്പെടുത്തിയത്. ഈ മനുഷ്യൻ ഇത്രയും കഷ്ടം അനുഭവിച്ചില്ല, ഇപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? വായിലെ വാക്ക് ആശ്വാസം തരുന്നു, സൗഖ്യം തരുന്നു, പാവബോധനം തരുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പാവികൾ ശിക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വായിലെ അവസാനത്തെ വാക്ക് എന്തായിരുന്നു? പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, സകലവും നിവൃത്തിയായി. ഈ വക വാക്കുകളൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് മതിയായതായിരുന്നു, പൂർണ്ണ പരിഹാരമായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കിയെങ്കിൽ ഇനി വീട്ടിൽ പോയത് സുവിശേഷങ്ങളൊക്കെ വായിച്ചു നോക്കെ തന്റെ വായിലെ വാക്കുകളുടെ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. താൻ പറഞ്ഞ എല്ലാം വായിലെ വാക്കുകളാണ്, താൻ പറഞ്ഞ എല്ലാം വാളാണ്. ആ വാൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. മാനസാന്തരപ്പെട്ടോണം, ഇല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് എന്ത് ചെയ്യുന്ന എന്റെ വായിലെ വാളുകൊണ്ട് നിങ്ങളോട് ഐ വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് യു, ഞാൻ നിങ്ങളോട് പോരാടുമെന്നാണ്. ആദ്യത്തെ കടുപ്പമുള്ള കാര്യമാണ്. മനസ്സിലായോ? ആശ്വാസം നമുക്ക് വേണം, സ്വസ്ഥത വേണം, പാവബോധനം വേണം, പ്രയാസങ്ങളുടെ സമയത്ത് കർത്താവിന്റെ സാന്ത്വന വാക്ക് കേൾക്കണം. അതിനെല്ലാം സഹായിക്കുമ്പോൾ തന്നെ അതേ കർത്താവ് തന്നെ അതേ വായിൽ തന്നെ തന്റെ വാക്ക് നമ്മളോട് പോരാടുന്നതാണെങ്കിൽ നമുക്കെങ്ങനെ നേരെ നിൽക്കാൻ കഴിയുമെന്നായി പറയുന്നത്? കഴിയുന്നില്ല. എന്താ പോരാടാൻ കാര്യം എന്നറിയാമോ? കർത്താവിന് ഒരിക്കലും വിശ്വാസിയെ തന്റെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുവാൻ താല്പര്യമില്ല. വിശ്വാസിയെ തന്റെ വാക്കുകൊണ്ട് മുറിപ്പെടുത്താൻ താല്പര്യമില്ല. കാരണം കർത്താവ് എപ്പോഴും ആശ്വാസവും സഹായവും സന്തോഷവും സമാധാനം നൽകുന്ന വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നവനാണ്. നിവൃത്തിയില്ലാതെ വന്നുകൊണ്ടാണ്. ആ നിവൃത്തിയില്ലാതെ വന്നതിന്റെ കാരണം ഞാൻ പറയാം. ഒരു വാക്യം വായിച്ചേ, 7-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, Psalm 7:11-12, 7-ാം സങ്കീർത്തനം 11-12 വാക്യം. അവിടെ വായിക്കുമ്പോൾ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. അതെ, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ച കൂട്ടും. മനസ്സിലായോ? ദൈവം ന്യായാധിപതിയാ. അവൻ കോപിക്കുന്നത് കുറവ് കണ്ടിട്ടാണ്, വെറുതെ അല്ല. എന്നും രാവിലെ എഴുതി നമ്മളോട് കോപിക്കുകയല്ല, എന്നും രാവിലെ നമുക്ക് ആശ്വാസമുള്ള പ്രബോധനം തരിക. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും എന്ന് പറഞ്ഞാൽ തന്റെ ശബ്ദത്തിന് വ്യത്യാസം വരുത്തും. നമ്മൾ തന്നെ നമ്മുടെ മക്കളോടോ മറ്റൊരുത്തരോടോ സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, കറക്റ്റ് ചെയ്യാൻ നോക്കും. അത് പല പ്രാവശ്യമായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ശാന്തമായി സംസാരിക്കുമോ? ഇല്ല, ഇത് ശക്തമായി സംസാരിക്കും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. കർത്താവിന്റെ വാക്കിന് വ്യത്യാസം വരുത്തും. ഞാൻ പറയട്ടെ, ഒരു വ്യത്യാസം വരുത്തിയാൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊച്ചു കാര്യമല്ല. മനുഷ്യൻ പറഞ്ഞ മാറി ഒന്ന് കരഞ്ഞാൽ മതി, വിഷമം മാറുകയല്ലേ. തമ്പുരാൻ നമ്മുടെ നേരെ ഒരു വാക്ക് കടുപ്പിച്ചാൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു അവസരം വരാതിരിക്കാനായിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കണം.
ശ്രമിക്കണം. അവന്റെ സാന്ത്വനവാക്കുന്നതിനെ എപ്പോഴും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒരിക്കലും എന്റെ നേരെ കർത്താവ് കോപിക്കുവാനായിട്ട് പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. അതിന്റെ അർത്ഥം തെറ്റ് സംഭവിച്ചാൽ മാനസാന്തരപ്പെടണമെന്നാണ്. മാനസാന്തരപ്പെടാൻ വൈകിയാലേ കോപിക്കത്തുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. മാനസാന്തരപ്പെടാൻ വൈകിയെങ്കിൽ മാത്രമേ വേഗത്തിൽ വന്ന് വാളുകൊണ്ട് പോരാടത്തുള്ളൂ. ഇനി പോരാടുന്ന കാര്യം കൂടെ പറയാം. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഒരു യുദ്ധകളത്തിലാണ്. യു ആർ ഇൻ ദ വാർഫീൽഡ്. ഒരു വാക്യം വായിക്കാം. എഫേസ്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11. എഫേസ്യർ 6:11. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നിൽക്കുന്നത് പട്ടാളക്കാരാ, പടയാളികളാണ്. മനസ്സിലായോ? നമ്മളോട് പറയുന്നത് നമ്മൾ ആത്മീയ ആയുധം എടുത്തുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടവരാണ്. നമ്മൾ ഒരു യുദ്ധക്കളത്തിലാ. എപ്പോഴാ? രക്ഷിക്കപ്പെട്ട സമയം മുതൽ. ഒരു വാക്കോട് വായിക്കാം. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. മകനെ തിമോത്തിയോസ്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവൃത്തിക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ്. നല്ല യുദ്ധസേവ ചെയ്യുക. അപ്പോ തിമോത്തിയോസ് പറയുന്നു, നീ യുദ്ധസേവ ചെയ്യേണ്ടവനാ. യു ആർ ദ വാർഫീൽഡ്. നീ യുദ്ധക്കളത്തിലാണ്. എല്ലാ വിശ്വാസികളും യുദ്ധക്കളത്തിലാണ്. ഞാൻ ഇനി ഒരു വാക്കിങ്ങനെ പറയാം. നമ്മൾ യുദ്ധക്കളത്തിൽ പിശാചിനുള്ള പോരാട്ടത്തിലാണ് എപ്പോഴും. രാവും പകലുമല്ല. അവൻ നമ്മളെ എപ്പോഴും പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. ആട്ടെ, നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആരാ? കർത്താവ്. ക്യാപ്റ്റൻ മുമ്പ് നിൽക്കുന്നു. നമുക്ക് വേണ്ടി നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ ജയിക്കുന്നത്. അല്ലെ, നമ്മൾ ജയിക്കത്തൊന്നുമില്ല പിശാചിന്. അപ്പൊ നമ്മളിങ്ങനെ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ പെട്ടെന്ന് അങ്ങ് തിരിയുമോ വാളുമായിട്ട്? ചിന്തിച്ചു നോക്കി. എനിക്കിതൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെയൊക്കെ ചിന്തിച്ച് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വാക്ക് ആ ഒരു കാഴ്ച എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കർത്താവ് മുമ്പ് ക്യാപ്റ്റനായിട്ട് പോകുന്നു, ഞാൻ പുറകെ ഒരു പടയാളിയായിട്ട് പോകുന്നു. ആർക്ക് വേണ്ടിയാ? പിശാചിനെ എതിർക്കാൻ വേണ്ടിയാ. അങ്ങനെ നിൽക്കുമ്പം എന്റെ ജീവിതത്തിലെ കുറവ് ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്ഷമ ചോദിക്കാതെയാണ് ഇത് ചെയ്യുന്നതെല്ലാം. പ്രാർത്ഥിക്കുന്നതും പ്രസംഗിക്കുന്നതും കൊടുക്കുന്നതും വരുന്നതും സ്നേഹിക്കുന്നതും കൈ കൊടുക്കുന്നതും എല്ലാം പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ്. കർത്താവ് നേരെ തിരിഞ്ഞാൽ യുദ്ധം പരാജയപ്പെടും. പിശാച് ജയിക്കുന്നത് മാത്രമല്ല, പിശാച് ജയിക്കുകയും ചെയ്യും. നമ്മൾ തകർന്നു പോവുകയും ചെയ്യും. ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് നമ്മുടെ മുമ്പ് നിൽക്കുന്ന ക്യാപ്റ്റൻ നമുക്കെതിരെ വാളുമായി തിരിയുന്നുള്ള കാര്യം. എന്റെ പ്രിയമുള്ളവരെ, ഞാനിത് വളരെ ഭയത്തോടും ഗൗരവത്തോടും പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഒരു സഭയോടെ പറയുന്നത്, മാനസാന്തരപ്പെട്ടു, ഞാൻ ചാൻസ് തരാം, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വന്ന് നിന്നോട് പോരാടും. ഒരിക്കലും കർത്താവ് നമ്മോട് പോരാടാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. ഇനി അഥവാ നമ്മുടെ കുറവുകൊണ്ടോ നമ്മുടെ അല്പം കൂടെ താമസിച്ചു പോയതുകൊണ്ടോ സാഹചര്യം കൊണ്ടോ എന്ന് വേണ്ട എന്തുമാകട്ടെ, നമ്മുടെ ജഡിക സ്വഭാവത്തിന് താല്പര്യം കൊണ്ടോ മാനസാന്തരപ്പെടാൻ താമസിച്ചാൽ കർത്താവ് പോരാടാൻ തുടങ്ങുന്നു എന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ സറണ്ടർ ചെയ്തോണം, അപ്പൊ സമർപ്പിച്ചോണം. കർത്താവിനോട് പോരാടാൻ പോകരുത്. രണ്ട് സംഭവം ഞാൻ പറയാം. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവാണ്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 43-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 14, 43 and 45. സംഖ്യ 13-ന്റെ 14-ന്റെ 43. സംഖ്യ 14:43. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിൻവലിച്ചിരിക്കൊണ്ട് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, നിങ്ങൾ പരാജയപ്പെടും. അർത്ഥം എന്താ? എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി യഹോവയുടെ നിയമപ്പെട്ടതും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാൽ. അപ്പോൾ എന്നാൽ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു. മനസ്സിലായോ? പറഞ്ഞതാ നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളിപ്പോ പാപം ചെയ്ത്, പ്രത്യേകിച്ച് ദൈവത്തോട് മത്സരിച്ച് എതിര് പറഞ്ഞ് അവിശ്വാസം കാണിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ നിങ്ങളോട് കോപിച്ചിരിക്കുന്ന സമയമാണ്. കർത്താവ് ശക്തമായിട്ട് പറഞ്ഞായിരുന്നു അവരോട്, ഈ തലമുറ അക്കരെ ചെല്ലത്തില്ലെന്നുള്ള കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മാനസാന്തരമില്ലാതെ അടുത്ത യുദ്ധത്തിന് അങ്ങ് പോകരുതെന്ന് പറഞ്ഞതാ. ഞാനില്ല നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞതാ. അവർ പോയി. എന്നിട്ടും വായിച്ച് ധാർഷ്ട്യം കാണിച്ചു പോയി. മുഴുവൻ പരാജയപ്പെട്ടു. ശത്രു അവരെ പരാജയപ്പെടുത്തി, പലരും മരിച്ചു, അവരോടി പിന്തിരിഞ്ഞു പോയി എന്ന് വായിക്കുന്നു. അത് നെഗറ്റീവായ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, അഥവാ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടില്ല,
നമ്മളെന്തോ ഇച്ചിരി കടുപ്പം കാണിച്ചു വിചാരിക്കുക, ഹൃദയ കടുപ്പം കിട്ടുമെന്ന് വിചാരിക്കുക. കർത്താവ് പോരാട്ടം തുടങ്ങിയെന്ന് ചിന്തിച്ചിന് അറിവ് കിട്ടിയാൽ, ബോധ്യപ്പെട്ടാൽ അപ്പോൾ സറണ്ടർ ചെയ്തോണം. കർത്താവോട് പോരാടി ഒരു മനുഷ്യനും ജയിച്ചിട്ടില്ല. അതൊരു കാര്യം. ഇങ്ങനെ സംഭവങ്ങൾ പറയാൻ ധാരാളമുണ്ട്. ഇനി പോസിറ്റീവായിട്ടൊരെണ്ണം പറയാം, അത് വായിക്കണ്ട, എഴുതിക്കൂ. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലാണ്. നമുക്കറിയാമല്ലോ യാക്കോബിന്റെ ചരിത്രമാണ്. യാക്കോബ് മടങ്ങി വരുമ്പോൾ ജബോ കടലിൽ വെച്ച് ഒരു മൽപ്പിടുത്തമാണ്, അവിടെ ഫൈറ്റ് ചെയ്യും. ദൂതൻ വന്ന് അവരോട് മൽപ്പിടുത്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ യാക്കോബ് മനസ്സിലായി, ഇത് കൊച്ചു കാര്യമല്ല, ദൈവമാണ് എന്നെ പിടിച്ചേക്കുന്നത്. അപ്പോൾ വിടണമെന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞില്ല, എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ. ഇവന് ഇനി എന്തോ അനുഗ്രഹം കിട്ടണ്ടേ? ചേട്ടൻ്റെ നിന്ന് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു, അപ്പൻ്റെ നിന്ന് സകല അനുഗ്രഹവും കളിപ്പിച്ച് വാങ്ങിച്ചു, അമ്മയപ്പനെ കളിപ്പിച്ച് ആടുകളെ പകുതി സ്വന്തമാക്കി. ഇനി എന്തോ ഈ ഭൂമിയിൽ ഇനി അനുഗ്രഹം ഒന്നും കിട്ടാനില്ല, പിന്നെ എന്തോ ആഗ്രഹിക്കുന്നറിയാമോ? ഇവ പറയുന്നത്, കർത്താവെ, ഞാൻ ഇത്രയും നാളും യാക്കോബായിട്ട് നടന്ന് നേടാൻ നോക്കി നേടി, സമ്പാദിക്കാൻ നോക്കി സമ്പാദിച്ചു. ഇപ്പൊ നീ എന്നെ പിടിച്ചിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യുവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി അനുഗ്രഹം ഉണ്ടോ? ഇനി ആത്മീയ അനുഗ്രഹം. ഇത്രയും നാൾ ഓടി നടന്നിട്ട് ആത്മീയ അനുഗ്രഹം എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതാ പറഞ്ഞതിന്റെ ആശയം, എന്നെ അനുഗ്രഹിക്കണം. യഹോവ എന്ത് ചെയ്തു? അവനെ അനുഗ്രഹിച്ചു. എന്തു പറഞ്ഞു? ഇനിമേലിൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. അവനവൻ പേര് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ, പേര് ചോദിച്ചു, പേര് പറഞ്ഞു, പേര് മാറ്റിവിട്ടു, അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം പോരാടുന്നത് ബോധ്യപ്പെട്ടപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? പോരാടുമല്ല, പിന്നെന്ത് ചെയ്തു? സറണ്ടർ. അവൻ സമർപ്പിച്ചു, അവൻ കീഴ്പ്പെട്ടു. ഞാൻ യാക്കോബ് എന്നേറ്റു പറഞ്ഞു. അവൻ ഇന്നും അനുഗ്രഹ വിഷയമായി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അനുസരിക്കാതെ പരാജയപ്പെട്ടു, യാക്കോബ് അനുസരിച്ച് വിജയിയാക്കി. ഇത് നമുക്ക് തന്നിരിക്കുന്നത്, ഒന്ന് നമുക്കൊരു മുന്നറിയിപ്പായിട്ടു, മറ്റേത് എക്സാമ്പിളായിട്ടുവാ, മാതൃകയായിട്ടുവാ. അപ്പൊ യാക്കോബിന്റെ ആ സ്വഭാവം നമുക്ക് പിൻപറ്റാം. ഏത് സ്വഭാവമാണ്? അവസാനത്തെ സ്വഭാവം. വളരെ അനുഗ്രഹം പ്രാപിച്ച് അത് മുമ്പോട്ട് പോകാനായിട്ട് കാരണമെത്തുന്നത് ദൈവത്തോട് പോരാടാനായിട്ട് പോകാതിരുന്നത് കൊണ്ടാ എന്നാ പറഞ്ഞതിന്റെ ആശയം. നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ മാനസാന്തരപ്പെടുക. 1, അല്ലാതിരുന്നാൽ ഞാൻ വേഗം വന്ന് പോരാടും എന്റെ വായിലെ വാളുകൊണ്ട്. ഇനി അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ 17-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ മുൻപ് 2 ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല വിശദമായിട്ട്. കാരണം പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിക്കണം എന്ന് എൻ്റെ അന്നത്തെ ചിന്ത. പിന്നെ മനസ്സിലായത് ധൃതി വെച്ച് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, പഠിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കും. ഇവിടെ വ്യക്തികളോടല്ല വാസ്തവത്തിൽ പറഞ്ഞത്, സഭയോടാണ് പറഞ്ഞത്. സഭയുടെ കുറവാണ് ബോധ്യപ്പെടുത്തി കൊടുത്തത്, സഭയുടെ നന്മയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നിട്ട് ഇത് അനുസരിക്കുന്ന കാര്യം പറയുമ്പോൾ വ്യക്തികൾ അനുസരിക്കണം. വ്യക്തികൾ കൂടുന്നതാണല്ലോ സഭ. പല സഭകളിലും പ്രയാസത്തിന്റെ കാരണം ദുരുപദേശമോ ദുർനടപ്പോ ദുഷ്പ്രവൃത്തിയോ എന്തെങ്കിലും വന്നാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ 2-3 വ്യക്തികളോ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ കൂട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പിസമായിരിക്കാം, അഭിപ്രായ വ്യത്യാസമായിരിക്കാം, അഭിപ്രായങ്ങളായിരിക്കാം. അപ്പൊ വ്യക്തികൾ കൂടുന്ന സഭയിൽ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? വ്യക്തികൾക്കാണ്. സഭ എന്ന് പറയുന്നത് ഈ 4 ഭിത്തി അല്ലല്ലോ, ഈ 4 ഭിത്തി സഭാഹോളാണ്. നമ്മൾ കൂടുമ്പോഴാണ് ഈ സഭാഹോൾ സഭയായിട്ട് മാറുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓരോ വിശ്വാസികൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ പോകുന്ന സാഹചര്യം ശരിയല്ലെന്ന് തോന്നിയാൽ ആ വിശ്വാസി അപ്പോൾ തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തിലെ കുറവ് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ തീരുമാനമെടുക്കണം. സഭാകാര്യങ്ങൾ വരുമ്പോൾ, രക്ഷിക്കപ്പെടുന്ന കാര്യം വരുമ്പോൾ, കർത്താവിന്റെ പ്രതിഫലം പ്രാപിക്കുന്ന കാര്യം വരുമ്പോൾ, ശുദ്ധീകരണം പ്രാപിക്കുന്ന കാര്യം വരുമ്പോൾ എല്ലാം വ്യക്തിപരമായിട്ടാണ്. യേശുവിനെ കർത്താവ് സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെയല്ലയോ? അത് നിങ്ങളെന്നാണ്. നീ രക്ഷിക്കപ്പെടും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ഒന്നിച്ചാണോ? അല്ല, ഓരോരുത്തരാണ്. ഇനി കൂട്ടമായിട്ട് വല്ലതും അപകടം പറ്റിയില്ലെങ്കിൽ മരിക്കുന്നു എങ്ങനെയായിരിക്കും? ഒറ്റപ്പെട്ടേക്കായിരിക്കും. എല്ലാം ഒറ്റയ്ക്ക. അതുകൊണ്ട് പറയുന്നത് ചെവിയുള്ളവൻ. ഇത് ഓരോ പ്രാദേശിക സഭയിലുമുള്ള ഓരോ വിശ്വാസികളോടും ദൈവാത്മ പറയുന്ന കാര്യമാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ആശയം. ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ പലരും സഭായോഗത്തിന് വന്നാലും മീറ്റിംഗിൽ വന്നാലും ക്ലാസ്സിൽ വന്നാലും
ഈ ചെവി ഇങ്ങനെ തുറന്നിരിക്കും എങ്കിലും അകത്തെ ഒരു മനുഷ്യനുണ്ട്, അറിയാമല്ലേ? അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നു, പുറത്തെ മനുഷ്യൻ ക്ഷയിക്കുന്നു ഒക്കെ പൗലോസ് പറഞ്ഞ ആശയം മനസ്സിലായോ? അകത്തെ മനുഷ്യന് കേൾക്കാനുള്ള പ്രാപ്തിയുണ്ട്, കാണാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. ഏത് കണ്ണാണ്? ഈ കണ്ണൊന്നും അത്ഭുതം കാണാൻ പറ്റത്തില്ല, അകത്തെ മനുഷ്യന്റെ കണ്ണാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു യഹോവ നല്ലവനെന്ന് നമ്മൾ രുചിക്കുന്ന നാക്കുകൊണ്ടല്ലേ. യഹോവ രുചിച്ചത് എങ്ങനെയാണ്? അപ്പൊ അകത്തെ മനുഷ്യന് രുചിക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതുപോലെയാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യന് നമ്മുടെ ഹൃദയം തുറന്ന് വചനം കേൾക്കണം, ഗ്രഹിക്കണം, ഉൾക്കൊള്ളണം എന്നാ പറഞ്ഞ എന്റെ ആശയം. പുറമേ ഇത് കേട്ടാൽ പോരാ. വളരെ ഗൗരവതരമായ ഒരു പാപമായിട്ട് യെശയ്യാവ് 28 പറഞ്ഞിട്ടുണ്ട്. ആദരം കൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു മീറ്റിങ്ങിൽ പോകുമ്പോഴോ ഇങ്ങനെ ഇരുന്നു ചോദിക്കുന്നവർ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അപ്പോഴും ചുണ്ടണിഞ്ഞിരിക്കും. ഹൃദയം ഇവിടുന്ന് മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ, കഥ അടച്ചായിരുന്നോ, സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നോ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരാണെങ്കിൽ വണ്ടിയുടെ ചാവിയോടെ വെച്ചേക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എവിടെ ഇരുന്നാ? ക്ലാസ്സിലിരുന്ന്. അപ്പൊ ഹൃദയം എവിടാ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ ഗൗരവത്തോടെ നാം കേൾക്കണം. എന്നിട്ട് ചെയ്യണം? വായിച്ചേ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന്, ഈ ജയിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാകുമോ എന്ന് സംശയം എനിക്കുണ്ട്. വാസ്തവത്തിൽ അവിടെ ജയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രാക്ടിക്കൽ കാര്യമാണെങ്കിൽ പോലും വിശ്വാസികളായ നാം എല്ലാവരും നമ്മളെല്ലാം ജയിച്ചവരാണ്. വായിക്കാം യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം എല്ലാവരും ജയിച്ചവരാണ്. അതിലൊരിക്കലും മാറ്റം വരുന്നില്ല. യോഹന്നാൻ 1 John chapter 5 verse 4, 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്തത്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പൊ നമ്മളാരാണ്? നമ്മൾ ജയിച്ചവരാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത് തന്നെ. അപ്പം തീർച്ചയായിട്ടും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും ഞങ്ങളും ജയിച്ചവരാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. ആ ജയിച്ചവർ എന്നുള്ള സ്ഥാനത്തിന്, പൊസിഷന് ഒരിക്കലും മാറ്റം വരുന്നുമില്ല. ഇനി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആ വിജയത്തിൽ തന്നെ തുടരുവാനുള്ള ഒരു കാര്യം, കർത്താവിനെ കുറിച്ച് കൊലോസ്യർ വായിക്കുന്നത്, ആ വാക്കൊന്ന് വായിച്ച്, കൊലോസ്യർ 2-ാം അധ്യായം, കൊലോസ്യർ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, കൊലോസ്യർ ചാപ്റ്റർ 2 verse 15. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് ശത്രുവിന്റെ കാര്യം പറയാം, പിശാചിന്റെ കാര്യം പറയാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണം കൊണ്ട് അവരുടെ സകല അധികാരത്തെ കീഴ്പ്പെടുത്തി ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ കർത്താവ് ആരാ? ജയിച്ചവനാ. ഒന്ന്, കർത്താവ് ക്രൂശിലെ മരണത്താൽ ജയിച്ചവനാ. 2, വാക്യം വായിക്കണ്ട, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ, യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ പിശാചിന് തന്ത്രങ്ങൾ വരുമ്പോൾ ഞാൻ ജയിച്ചവനാ, കഷ്ടം വരുമ്പോൾ ഞാൻ ജയിച്ചവനാ. ഈ 2 കാര്യം നമുക്ക് ആകെപ്പാടെ ഉള്ളൂ ലോകത്തിലെ പ്രശ്നമായിട്ട്. ഒന്ന്, പിശാച് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു, അതായത് പരാജയപ്പെടുത്താൻ വരുന്നു. 2, കഷ്ടം വരുന്നു, കഷ്ടം. അവിടെ പറഞ്ഞു ഞാൻ ജയിച്ചവനാ, പിശാചിനെ ജയിച്ചവനാ. ഇവിടെ പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചവനാ. അപ്പൊ ജയിച്ചവൻ കൂടെ ഉള്ളതുകൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ജയിച്ചവരായതുകൊണ്ടും ഇനി മേലിലും നമ്മുടെ ഭാഗത്ത് ജയമോ തോൽവിയോ? ജയമാണ്. പിന്നെ തോൽക്കുന്നെങ്കിൽ തികച്ചും നമ്മുടെ കുറ്റമാണ്. ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. സാഹചര്യത്തെയോ വചനത്തെയോ സഭയോ മൂപ്പന്മാരെയോ ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. നാം ജയിച്ചവരായതുകൊണ്ടും ജയിച്ചവൻ കൂടെ ഉള്ളതുകൊണ്ടും ഇനി മേലിൽ പരാജയം ഉണ്ടായാൽ ആ പരാജയത്തിൽ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ പറയുന്നു ചെവിയുള്ളവൻ കേൾക്കട്ടെ. 1, ജയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ ഈ വിജയം നമ്മൾ കൈവരിച്ചുകൊണ്ടേ പോകണം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് 1, ദുർനടപ്പ, അതായത് ബിലയാമിന്റെ ഉപദേശം പിടിച്ച് വിഗ്രഹാർപ്പൻ തിന്നുന്നവരുണ്ട്, ആവശ്യമുള്ള കാര്യം ചെയ്യുന്നവരുണ്ട്, അത് തെറ്റായ കാര്യമാണ്. രണ്ടാമത്തേത് ഭരണം, നിക്കോലാവി മതം, പട്ടത്വ സഭ എന്ന് വേണമെങ്കിൽ പറയാം, അതിന് കീഴ്പ്പെട്ടു പോകുന്നവരാ, അത് തെറ്റാണ്. അതിന്റെ മേൽ നമ്മൾ വിജയം വരിക്കണം. അങ്ങനെ വിജയം വരിക്കുമ്പോൾ
ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ കഷ്ടമുണ്ടാകും, പ്രശ്നമുണ്ടാകും. തെറ്റ് കണ്ടാൽ മിണ്ടാതിരുന്നാൽ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അത് രോഗത്തെക്കുറിച്ചും പനിയെക്കുറിച്ചും ഒന്നും വലിയ പറയുന്നത്. കർത്താവിനോട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടമാണ്. കർത്താവിനോട് ജീവിക്കുമ്പോൾ ഉള്ള കഷ്ടമാണ്. ഉദ്ദേശം പറയുമ്പോൾ ഉള്ള കഷ്ടമാണ്. ആ കഷ്ടത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ അതിന് ജയിച്ചവനാണ്, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആശയം. അതുകൊണ്ട് കഷ്ടം വരും. ഇവിടെയാണെങ്കിൽ തന്നെ ദുരുപദേശത്തിനെതിരെ സംസാരിച്ച് കാണുമല്ലോ അന്തിപ്പാസ്, അല്ലയോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഓർത്ത അന്തിപ്പാസിനെ കൊന്നു. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു? കർത്താവിലുള്ള വിശ്വാസവും തന്റെ നാമത്തെയും മുറുകെ പിടിച്ചു. അന്തിപ്പാസിനെ കൊല്ലാൻ കാരണം അവൻ നന്നായി ജീവിച്ചതുകൊണ്ടാണ്, തെറ്റായ കാര്യത്തെ എതിര് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് കഷ്ടം വരും. ഒരു പക്ഷേ ജീവൻ വരെ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അത് നഷ്ടമല്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്ന്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. രണ്ട്, അവിടെ വായിക്കുന്നത് ജയിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മൾ പ്രായോഗിക ജീവിതത്തിലും ആ ജയം കൊണ്ടാടുവാനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. അവർ കിട്ടുന്ന 2-3 നന്മ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മറഞ്ഞിരിക്കുന്ന മന്ന, ഹിഡൻ മന്ന. ഈ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 2-3 വാക്കുകൾ വായിക്കാം. നമുക്കറിയാമല്ലോ മന്നയെക്കുറിച്ച്. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ അങ്ങെത്തുന്നത് വരെയും ദിവസം തോറും കൊടുത്തിരുന്ന ഒരു ആഹാരമാണ് മന്ന. അത് സ്വർഗത്തിൽ നിന്ന് വീണതാണ്. അതിനെക്കുറിച്ച് 2 വാക്യം വായിക്കാം. 78 സങ്കീർത്തനം, സാംസ് 78 വേഴ്സ് 24. 78 സങ്കീർത്തനം 24 വാക്യം. അവിടെ ആ മന്നയെക്കുറിച്ച് 2 വാക്കുണ്ട്. 78:24. അവർക്ക് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. അത് സ്വർഗീയ ധാന്യമാണ്, ഹെവൻലി ഫുഡ്. അടുത്ത വാക്യം വായിക്കുന്നത് ശക്തന്മാരുടെ ആഹാരം എന്ന, ഫുഡ് ഓഫ് ദ മൈറ്റി. അപ്പൊ മന്നയുടെ പേര് ഒന്ന് സ്വർഗീയ ധാന്യമാണ്, ഹെവൻലി ഫുഡ്. രണ്ടാമത് ഫുഡ് ഓഫ് ദ മൈറ്റി, ശക്തന്മാരുടെ ആഹാരമാണ് എന്ന് വായിക്കുന്നു. പിന്നെ പുറപ്പെടുന്നത് വായിക്കുന്നത്, അത് വായിക്കണ്ട, നോട്ട് ചെയ്തു, 16-ാമത്തെ അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ വായിക്കുന്നത് വാഗ്ദത്ത ദേശത്തെത്തുന്നത് വരെയും അവർ കൊടുത്തുകൊണ്ടിരുന്നു. അതായത് 40 വർഷവും എന്താ കൊടുത്തത്? സ്വർഗീയ ഭോജനം, മല്ലന്മാരുടെ ആഹാരം. മന്നൻ പേരുണ്ടെന്നുണ്ടേ ഉള്ളൂ, സ്വർഗീയ ഭോജനമാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ഇതാണ് മന്നയുടെ ഒരു സംക്ഷിപ്ത രൂപം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഈ മന്നയെക്കുറിച്ചോട് ചേർത്തൊരു കാര്യം പറഞ്ഞു. അത് നമുക്ക് വായിക്കണം. യോഹന്നാൻ 6-ാം അധ്യായം ഒന്ന് വായിച്ച് 31-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ച് കേട്ടാൽ അതിനകത്ത് കുറെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 31 ഓൺവേർഡ്സ്, 6:31 മുതൽ. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എന്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം. പിതാക്കന്മാർക്ക് മന്ന കൊടുത്തു, അത് സ്വർഗത്തിൽ ദൈവമാണ് കൊടുത്തത്. അടുത്ത 31-ാം വാക്യം, ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? ദൈവത്തിന്റെ അപ്പം എന്താ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നു. അടുത്ത വാക്യം, അവൻ അവരോട്, ഈ കർത്താവെ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടിയില്ല. പിതാക്കന്മാർ മന്ന കഴിച്ചു, അവർ മരിച്ചുപോയി, അത് കൊടുത്തത് മോശമല്ല, എൻ്റെ അപ്പനെ കൊടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനെ കൊടുക്കുന്നതാണ് അപ്പം എന്ന് പറഞ്ഞു. ഇവർക്ക് ഒന്നും കാര്യം വേണ്ടവണ്ണം പിടിയിട്ടില്ലെങ്കിൽ ഉടനെ പറഞ്ഞു, കർത്താവ് ആ അപ്പം ഞങ്ങൾക്ക്, അത് നല്ല സ്വഭാവമാണ്, അത് കിട്ടിയിട്ടുള്ളത് താല്പര്യം. അതിന്റെ മറുപടി ശ്രദ്ധിച്ചു കേട്ടു. എന്താ മറുപടി? ഞാൻ ജീവന്റെ അപ്പമാവുന്നു, മനസ്സിലായോ? ഞാൻ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഞാനാണ് സാക്ഷാൽ മന്ന. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. മന്ന എന്തിനാ കഴിക്കുന്നത്? വിശക്കാതിരിക്കാനാണ്. കർത്താവിനടുത്ത് വന്നു കഴിഞ്ഞാൽ വിശക്കത്തുമില്ല, ദാഹിക്കത്തുമില്ല. ശരീരത്തിന് ആവശ്യമുള്ള പോഷണം മന്നയിലൂടെ കിട്ടുന്നത് പോലെ എന്റെ അടുക്കൽ വന്നാൽ ആത്മാവിന് ആവശ്യമുള്ള ഭക്ഷണവും പോഷണവും ബലവും ഞാൻ തരാമെന്ന കർത്താവ് അതിന്റെ ആശയം.
അവിടെ വന്ന അപ്പം കൊടുക്കാൻ നല്ല പറഞ്ഞത്. ഞാനാണ് സാക്ഷാൽ അപ്പം, ഞാനാണ് യഥാർത്ഥമായ മന്ന. എല്ലാവരും വന്നാൽ നിങ്ങൾക്ക് ഭക്ഷിപ്പാനും കുടിപ്പാനും പാനം ചെയ്യാനും തെറ്റിയാൽ ജീവിപ്പാൻ സാധിക്കും. ഏത് കാര്യത്തിലാണ്? അകത്തെ മനുഷ്യന്റെ കാര്യത്തിൽ. ഇനി ശ്രദ്ധിച്ചു, എന്ത് കൊടുക്കാന്നാ പറഞ്ഞ്? മറഞ്ഞിരിക്കുന്ന മന്ന. എന്ത് മറഞ്ഞിരിക്കുന്ന മന്ന? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന സത്യമാണെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിലുണ്ട് സത്യമാണല്ലോ, കാണാമല്ലോ ദൂതന്മാർക്ക്, ഇല്ലയോ? സ്വർഗത്തിൽ കാണത്തക്കതുപോലുണ്ട്. സ്വർഗത്തിൽ യേശു കാണത്തക്കതുപോലുണ്ട്, ഭൂമിയിൽ യേശു കാണത്തക്കതുപോലെ ഇല്ല. അപ്പോൾ സ്വർഗീയ മന്നയാണ് ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരിക്കുക, മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന മന്നയാണ് ക്രിസ്തുവിനെ നാം അനുദിനം പ്രാപിക്കണം. എങ്ങനെ പ്രാപിക്കണം? വചന പഠനത്തിലൂടെ, വചന ധ്യാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവവുമായിട്ട് വ്യക്തിപരമായി സമയം ചെലവഴിക്കുന്നതിലൂടെ ആ മന്ന നമ്മൾ പ്രാപിക്കണം. അങ്ങനെ നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തണം. അതാണ് മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞതിന്റെ ആശയം. കർത്താവ് പറഞ്ഞിരിക്കുന്നതല്ല, സ്വർഗത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിൽ തന്നെ ആരും കാണുന്നില്ല. പക്ഷേ ഇന്നും വചനം നമ്മുടെ കയ്യിലുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, ആ ജഡമായി തീർന്നവൻ എല്ലാ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോയി. നമ്മുടെ കയ്യിൽ പിന്നെയും വചനം ശിക്ഷിക്കാം. ഈ വചന പഠനത്തിലാണ് പറയുന്നത് മറഞ്ഞിരിക്കുന്ന മന്ന. ഇനി ഒരു വാക്കോടെ പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തിപ്പെടുക. എവിടെയാ? കർത്താവിന് മുമ്പിൽ ഇരുന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന്, കൃപാസനത്തിന്റെ മുമ്പിലിരുന്ന് പ്രാപിച്ച് ബലപ്പെടുക. മനസ്സിലായല്ലോ? ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മടങ്ങി വരാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക്. അവിടെ എന്താ പറഞ്ഞേക്കെന്ന് നോക്കിക്കേ. 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, വേഴ്സ് 13. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളതാണെന്നും ഞാൻ അറിയുന്നു. മനസ്സിലായോ? പെർഗമോസ് സഭ എവിടെ ഇരിക്കുന്നത്? സാത്താന്റെ സിംഹാസനം. അവിടെ കിട്ടും തിന്നാനും കുടിക്കാനും. എന്താണെന്നറിയാമോ? ബിലിയാമിന്റെ ഉപദേശം പറയുന്ന വിഗ്രഹാർപ്പിതം. മനസ്സിലായോ? ഇത് മനുഷ്യനെ അശുദ്ധനാക്കും. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? പെർഗമോസ് സഭയുടെ സ്ഥലം എന്ന് പറയുന്നത് സാത്താൻ പാർക്കുന്ന സ്ഥലമാണ്. സാത്താൻ സിംഹാസനം, ത്രോൺ ഓഫ് സൈറ്റൻ. അവിടെ കിട്ടും ശാപ്പാട്, വിഗ്രഹാർപ്പിതം, ദുർനടപ്പ്. അത് മനുഷ്യനെ അശുദ്ധനാക്കും. ഇവിടെ ഉണ്ട് കർത്താവിന്റെ സിംഹാസനം, അവിടെ കിട്ടും ജീവനുള്ള മന്ന. അത് നമ്മളെ വിശുദ്ധനാക്കും, വിശുദ്ധീകരിക്കും, ബലപ്പെടുത്തും, നിലനിർത്തും. കർത്താവ് പറയുക, മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന മന്ന തരും. ജീവിതത്തിൽ കുറവുകൾ വെച്ചുകൊണ്ട് വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മന്ന കിട്ടത്തില്ല. അതിനങ്ങ് പറഞ്ഞേക്കാം, കിട്ടത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞത് നമുക്കിഷ്ടമാണ്. അത് 1 പത്രോസ് 2-ാമത്തെ വാക്യമാണ്. 1-ാം വാക്യം എന്തുവാ? ആകയാൽ സകല ദുഷ്ടതയും വ്യാജഭാവവും, മനസ്സിലായി, ഇതെല്ലാം നീക്കിക്കളഞ്ഞ് എന്ത് ചെയ്യണം? പാൽ കുടിക്കണം. ഇത് വെച്ചുകൊണ്ട് എത്ര വായിച്ചാലും, എത്ര പഠിച്ചാലും, എത്ര കേട്ടാലും മന്ന ആയിട്ട് ഭവിക്കത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട ക്രമങ്ങളൊക്കെ ചെയ്യണം. അതാ മാനസാന്തരം പിന്നെയും പറഞ്ഞതിന്റെ ആശയം എന്ന് പറഞ്ഞ് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുക. അടുത്ത വാക്കെന്താ വായിക്കുന്നത്? വെള്ളക്കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം പറയാം. പൗലോസും പത്രോസും എല്ലാം യോഹന്നാനൊക്കെ ലേഖനം എഴുതുമ്പോൾ അന്നത്തെ അവരുടെ സാഹചര്യം കൂടെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയാണെന്ന് എഴുതുന്നത്. കിരീടം കിട്ടുമെന്നൊക്കെ പറയുമ്പം, കിരീടം കിട്ടും എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കത്തക്കതുപോലെ വാടാത്ത കിരീടം എന്ന് പറഞ്ഞതിന്റെ ആശയം, അന്ന് ഒളിമ്പിക്സിലൊക്കെ മത്സരം കഴിച്ചു വരുന്നവർക്ക് ചില പ്രത്യേക ആൾക്കാർക്ക് കിട്ടുന്ന കിരീടം ഒലിവല കൊണ്ടുണ്ടാക്കിയ കിരീടം. ഒലിവല അത് അവരെ സംബന്ധിച്ച് വലിയ ബഹുമതി തന്നെയാണ്. ഒലിവിന്റെ ഇല കൊണ്ടുണ്ടാക്കിയ കിരീടം കിട്ടിയാൽ 2 ദിവസം കഴിയുമ്പം അത് വാടിപ്പോവും. പക്ഷെ അവരുടെ പ്രതാപം വാടിപ്പോമോ? അവർ കിട്ടിയ സ്ഥാനം പാടിപ്പോമോ? ഇല്ല. വാടാത്ത കിരീടം എന്ന് പറഞ്ഞതിന്റെ ആശയം അങ്ങനെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 1-2 പശ്ചാത്തലം ഞാൻ പറയാം. കോടതിയിൽ കുറ്റത്തിനായിട്ട് പിടിക്കപ്പെട്ട ഒരാള് അവനെ വിധിച്ചു കഴിയുമ്പോൾ, ന്യായം ചോദിച്ചു കഴിയുമ്പോൾ അവൻ കുറ്റവിമുക്തനാണെന്ന് ജഡ്ജി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവായിട്ട് ഒരു ചതുരത്തിലുള്ള ഒരു വെള്ളക്കല്ല് അവന്റെ കയ്യിലോട്ട് കൊടുക്കും. ചതുരത്തിലുള്ള വെള്ളക്കല്ല്. അവൻ അതുകൊണ്ട് പോകുമ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവരായിട്ട് പോരുന്നുവെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. അത് 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, ഈ കായിക മത്സരത്തിലൊക്കെ പോയിട്ട് ജയിച്ചു വരുന്നവർക്ക്
മറ്റുള്ള ആൾക്കാരെ ബഹുമതിയായിട്ട് കൊടുക്കുന്നതാണ് ഈ വെള്ളക്കല്ല്, ചതുര ഷേപ്പിലുള്ള വെള്ളക്കല്ല് കൊടുക്കുന്നത്. മൂന്നാമത്തേത്, യുദ്ധം കഴിഞ്ഞ് സൈന്യസമേതം മടങ്ങി വരുന്ന യുദ്ധത്തിന്റെ സൈന്യാധിപന് രാജ്യത്തെ രാജാവ് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് ഈ വെള്ളക്കല്ല്. ഇങ്ങനൊരു പശ്ചാത്തലം അന്നത്തെ കാലത്ത് അവിടെയുണ്ട്. അതോടെ വെച്ചുകൊണ്ടാണ് ഈ വാക്യം ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ അവന് വെള്ളക്കല്ല് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അംഗീകരിക്കും, ഞാൻ അവനെ ബഹുമാനിക്കും എന്ന പറഞ്ഞതിന്റെ ആശയം. ഇതൊരു വാക്കോടെ പറഞ്ഞത് എന്താ? ഒരു പേരോട് കൊടുക്കും. ആ പേരെങ്ങനെയുള്ളതാണ്? അതൊന്ന് വായിച്ചു, ഉറച്ചു വായിച്ചു. ആ പേരെങ്ങനെയുള്ളതാണ്? ജയിക്കുന്നവന് പറഞ്ഞിരിക്കുന്ന മന്ന വെള്ളക്കല്ല് കൊടുക്കും. പിന്നെ പുതിയ പേര്, ആ കല്ലിന്മേൽ പുതിയ പേരോട് എഴുതി കൊടുക്കും. അത് ജയിക്കുന്നവനല്ലാതെ ആർക്കും ആ പേര് അറിയത്തില്ല. അതിന്റെ ആശയം ഞാൻ ലളിതമായിട്ട് പറയാം, ഒത്തിരി വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ. മനുഷ്യർക്കാർക്കും അത് കാണാനും അറിയാനും കഴിയത്തില്ല. മനുഷ്യർക്കാർക്കും കാണാനും അറിയാനും കഴിയാത്തത് കൊണ്ട് ലഭിച്ചവനൊട്ട് പുകഴ്ച പറയാനും പറ്റത്തില്ല. മനസ്സിലായോ? എന്റെ നെറ്റിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ദൈവം അംഗീകരിച്ച ഒരു മനുഷ്യൻ, ദൈവം അംഗീകരിച്ചൊരു മനുഷ്യൻ. പക്ഷെ ആ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ, നിങ്ങൾക്കാരും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്തെടുത്തിന് വലിയ ഗമയിലൊക്കെ നടന്നു, ആരാ ദൈവം എന്നെ അംഗീകരിച്ചു. മനസ്സിലായോ? എനിക്ക് പുകഴ്ച ഉണ്ടാവും, എനിക്ക് സ്വയമായിട്ട് ബഹുമാനം ഉണ്ടാവും, ഞാൻ നിഗളിക്കും. അതൊക്കെ വരാതിരിക്കേണ്ടതിനായിട്ട് ആരും അറിയാത്ത, ആർക്കും കാണാത്ത, കിട്ടിയ ആളിന് മാത്രം കാണുന്ന ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമ്മൾ പുകഴാനോ നിഗളിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്തു ചെയ്താലും, എന്തു കൊടുത്താലും, എവിടെ പോയാലും ഞാൻ എന്ന മനോഭാവം കർത്താവ് ആഗ്രഹിക്കുന്നേയില്ല. അതിന് നല്ലൊരു മാതൃക കർത്താവ് തന്നെയാണ്. പുകഴ്ച പറയണമെങ്കിൽ ഏറ്റവും അധികം പുകഴ്ച പറയാൻ പറ്റിയ ആളാരാണ്? കർത്താവാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് വന്നു, ദാസനായിട്ട് വന്നു, ക്രൂശിലെ മരണത്തോളം താണു വന്നു. അത്ര താഴ്ച കർത്താവ് അനുഭവിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രമാത്രം വിനയത്തോടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും അറിയാത്ത, ആരും കാണാത്ത ഒരു പേര് അവരവർക്ക് കിട്ടും. അതുകൊണ്ട് അവരവരെ ദൈവത്തെ പുകഴ്ത്തും. മറ്റൊന്ന് കണ്ടാൽ അവർ നമ്മളെ പുകഴ്ത്തും. നമ്മൾ പുകഴ്ച വായ്പ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് രഹസ്യമായിട്ട് തരുന്നത്. അപ്പോൾ പെർഗമോസ് സഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം. കുറവുണ്ടായാൽ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടാൻ താമസിച്ചാൽ കർത്താവ് ദീർഘക്ഷമ പരീക്ഷിക്കുവാണ്. അങ്ങനെ വരരുത്. കർത്താവ് നമുക്കെതിരെ പോരാടിയാൽ നേരെ നിൽക്കാൻ പറ്റത്തില്ല. സറണ്ടർ ചെയ്തോണം, സമർപ്പിച്ചോണം. എങ്കിൽ വിജയം ഉണ്ടാകും, നന്മയുണ്ടാകും, പ്രതിഫലം ഉണ്ടാകും. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അധികം മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാം.